അവര് സ്ഫടിക ഇറക്കിട്ടോ. നമുക്ക് വലിയേട്ടൻ നടക്കാം. ആ ദേവദൂതൻ മണിച്ചിത്രത്തായി വന്നേ. ചെലക്കരുത്, കാത്തിരി പിടിക്കുന്ന കൈ ഞാൻ ചവിട്ടി പൊട്ടിച്ചളും. അമ്പട്ടം പന്നി. പാലേരി മാണിക്യം. ഓ ചോട്ട മുംബൈ രാവണപ്രഭു രണ്ടും ഫാൻസ് തിയേറ്റർ കത്തിച്ചിട്ടാ പോയെ. നമുക്ക് അതുപോലെ സാധനം വെക്കണം. വെക്കാലോ. അത്ര തന്നെ പോപ്പുലർ ആയ അന്ന് സൂപ്പർ ഹിറ്റ് ആയ ഒരു സിനിമയാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. രാജമാണിക്യം. അല്ല, അതായിട്ടില്ല. തുറുപ്പൂലൻ. അല്ല. പിന്നെ ചട്ടമ്പിനാട് തമ്മനും മക്കളും, അണ്ണൻ തമ്പി, മായാവി. സർപ്രൈസ്. അമരം. അമരം. ഇനി തിരമാലൊക്കെ ഇങ്ങനെ 4K പേര്. പിന്നെ വല്ലാണ്ട്. എനിക്കറിയാം. ഈ റീ റിലീസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ തിയേറ്ററിൽ ഒരു ഫെസ്റ്റിവൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതും ഫെസ്റ്റിവൽ ആംബിയൻസ് അല്ലേ? നല്ല ഫിലിം ഫെസ്റ്റിവൽ ആംബിയൻസ്. ലാലേട്ടൻ ഇനിയുള്ള റീ റിലീസ് ഏതൊക്കെയാണെന്നറിയോ? ഹലോ, നരൻ, തേന്മായിക്കൊമ്പത്ത്, കാക്കക്കുയിൽ, യോദ്ധ, നരസിംഹ കൂടി ഇല്ലേ? കമ്പാരിറ്റീവ്ലി ഇക്കൊക്കെ എന്റർടൈൻമെന്റ് പടങ്ങൾ കുറവല്ലേ? അതെ. അപ്പൊ പിന്നെ ഉള്ളത് റീ റിലീസ് വെച്ചൂടെ? വെക്കോ? യാ. ഏതാ, രാജമാണിക്കാണോ ചട്ടമ്പി? ഒന്തന്മാട ഡാനി. എങ്ങട്ട് എന്നാ പിന്നെ മതിലുകളും ഭൂതക്കണ്ണാടിയും മടിവെപ്പുകളും കൂടെ വെക്കാൻ പാടില്ലേ? ഉണ്ടല്ലോ. അതപ്പോ റീമാസ്റ്ററിംഗ് സൈൻ ചെയ്ത് കൊടുത്ത് തോന്നി. അനുഭവങ്ങൾ പാളിച്ചകൾ ഇക്കയുടെ ഫസ്റ്റ് പടം അടൂർ ബാസിന്റെ കൂടെ ഇങ്ങനെ തോണിലിരുന്ന് തോയുന്ന പടം ഉണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് വെച്ചൂടെ? അതാവുമ്പോ കളർ ആക്കാം.